ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴേ എന്നത്തെയും പോലെ നമ്മൾ ഇന്നും ഒരു കിടുക്കാച്ചി സൂത്രപ്പണിയായിട്ട് വന്നേക്കുകയാണ്. കാക്കച്ചി അവിടെ കിടന്ന് അലമ്പുണ്ടാക്കുന്നു. മിക്കവാറും ഇങ്ങനെ ടിപ്പ് ചെയ്ത് അവിടെ കൂട്ടി ഞാൻ വെളുത്ത് തുടുക്കുമെന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇതും കള്ളന്മാർക്കും കള്ളികൾക്കും പറ്റിയ ഒരു കിടുക്കാച്ചായിട്ട് കാണിച്ചു തരുന്നത് കേട്ടോ. ഈ സുപ്പുരെ പോലെ കള്ളം കളിച്ചിരിക്കുന്നവർക്ക് കേട്ടോ. അപ്പോഴേ വേഗത്തിൽ നമുക്ക് ചെയ്യാം. വീട്ടിലുള്ള 3 ഇതും കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ 3 സാധനവും നമ്മുടെ അടുക്കളയിലും അതിനിപ്പുറത്തും എല്ലായിടത്തും കാണും കേട്ടോ. ഇതൊക്കെ എപ്പോഴും എല്ലാവരും സ്റ്റോക്കാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ ചേച്ചിമാരും അനിയത്തിമാരും ഇതൊക്കെ ഇപ്പം അവർ ഇങ്ങനെ സ്റ്റോക്കാക്കി വെക്കും. എന്ന് വെച്ചാൽ യൂട്യൂബ് ഒന്ന് തുറന്ന് നോക്കിയാൽ ചേച്ചിമാരുടെ ടിപ്പുകളാണ്. എൻ്റെ പൊന്നെ എനിക്ക് വയ്യ കേട്ടോ, എനിക്ക് വയ്യ. യൂട്യൂബ് തുറന്നാൽ ആ ചേച്ചി പറയുന്നു ഇത് ചെയ്യാൻ നോക്ക്, ഈ ചേച്ചി പറയുന്നു അത് ചെയ്ത് നോക്ക്. ആകെപ്പാടെ മൊത്തത്തിൽ ചെയ്ത് നോക്കി നമ്മൾ തന്നെ ഒരു പരുവായി. ഇല്ല, അങ്ങനെ പറയരുത്. ചെയ്ത് നോക്കി നമ്മളൊക്കെ സുന്ദരിമാരായി. ആണോ? എനിക്കറിയത്തില്ല കേട്ടോ. എന്തായാലും ഞാൻ ചെയ്യുന്നത് നിങ്ങളങ്ങ് ചെയ്ത് നോക്കേ. ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റിയ കിടുക്കാച്ചി ഐറ്റമാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. ഞാനാണെങ്കിൽ മല മറിക്കുന്ന ജോലിയൊന്നും ഇവിടെ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ എൻ്റെ ഈ സൂത്രപ്പണികളും. അപ്പോൾ ഇതിന് വേണ്ടെന്ന് വേഗം നമുക്ക് പറയാം, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ അടിച്ച് ഓടിക്കും. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ പറയാം. അലോവേര ജെല്ല് വേണം. ഈ ബഹുമാനപ്പെട്ടവയില്ലാതെ എന്ത് ടിപ്പ് കേട്ടത്തേ. പിന്നെ നമുക്ക് കടുക് വറക്കാൻ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുമല്ലോ. അപ്പോൾ ആ വെളിച്ചെണ്ണയ്ക്കകത്തുനിന്ന് കുറച്ച് വെളിച്ചെണ്ണ എടുത്തുകൊണ്ട് വന്നാൽ മതി കേട്ടോ. ഇവരെ 3 കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് ഇത് രാവിലെയോ വൈകിട്ടോ നമുക്ക് തേക്കാം. ഇല്ലെങ്കിൽ സന്ധ്യയ്ക്ക്. രാത്രി എന്തായാലും തേച്ച് കിടക്കണ്ട, ഉറുമ്പ് പൊക്കിക്കൊണ്ട് പോകും. ഇവനുള്ളത് കൊണ്ട് ഉറുമ്പ് നമ്മളെ പൊക്കിക്കൊണ്ട് പോകും. അതുകൊണ്ട് നിങ്ങൾ രാവിലെയോ വൈകിട്ടോ അല്ലെങ്കിൽ വിളക്കൊക്കെ കൊളുത്തി നാമമൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് നമുക്ക് ഒത്തിരി റെസ്റ്റ് ഉണ്ടല്ലോ. 6 മണിക്കല്ലേ നമ്മൾ വിളക്ക്, ചിലപ്പോൾ 5:30 വിളക്ക് കത്തിക്കും. അത് കഴിഞ്ഞ് നാമമൊക്കെ ചൊല്ലിയിട്ട് നിങ്ങൾ ഈ പായ്ക്ക് അങ്ങോട്ട് ഇരിക്കേ. അത് കഴിഞ്ഞ് നിങ്ങൾ തുടച്ചോ കഴുകിയോ കളഞ്ഞു. നല്ല കിഡു ഐറ്റമാണ്. നമ്മുടെ ഈ ഒരു കാലാവസ്ഥയിൽ നമുക്ക് ഇടാൻ പറ്റിയൊരു കിടുക്കാച്ച ഐറ്റമാണ് കേട്ടോ. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ചെയ്തല്ലോ കേട്ടോ. നിങ്ങൾ ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. ഈ സൊപ്പും ഗ്യാരൻറ്റി തന്നേക്കുന്നു കേട്ടോ. നമുക്ക് അലോവേര, ഈ മൊരിച്ചിലൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ കയ്യിൽ മൊരിച്ചിലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറിക്കിട്ടും. നമ്മുടെ സ്കിന്നൊക്കെ സോഫ്റ്റ് ആവും കേട്ടോ. കളറ് വയ്ക്കും. ഇവനുണ്ടെങ്കിൽ പിന്നെ കളറ് വയ്ക്കേണ്ട താമസം. അങ്ങോട്ടപ്പേന്നും പറഞ്ഞ് കളറ് വയ്ക്കാൻ നമ്മുടെ ഈ തേൻകുട്ടൻ, അവനെ പോലെ മിടുക്കൻ വേറെ ആരുമില്ല കേട്ടോ. അപ്പോഴേ അലോവേര ജെല്ല് എടുത്തു. നമ്മൾ എടുത്തു കേട്ടോ, നമ്മുടെ വാങ്ങിക്കുന്ന അലോവേര ജെല്ല് എടുത്തു. പിന്നെ നമ്മൾ തേൻകുട്ടനെ എടുക്കുകയാണ്. കട്ട് തിന്നുന്നില്ല പിള്ളേരെ, ഷുഗർ കൂടുതലാണെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ലാവി പോയി ചോര ഒന്ന് കൊടുത്തിട്ട് വേണം ഈ യക്ഷിക്ക് സമാധാനം വരാൻ കേട്ടോ. ഉള്ള ചോര മൊത്തം അവിടെ കൊണ്ടു കൊടുക്കുക ഞാൻ. ആഴ്ചയിലും മാസത്തിലും എല്ലാം കൊടുത്ത് എൻ്റെ ശരീരത്തിൽ ഇപ്പം അതില്ല. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണക്കൂട്ടനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എൻ്റെ കുപ്പി കയ്യിൽ നിന്നാൾക്ക് തെറിച്ച് പോയെന്ന് ഞാൻ പറഞ്ഞില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് എല്ലാം വെളിച്ചെണ്ണ ഒഴിച്ച് നോക്കിയപ്പോൾ ഒന്നുമില്ല കേട്ടോ. നമ്മുടെ ഫുള്ളായിട്ട് കിടന്നൊരു വീഡിയോ എല്ലാം എടുത്ത് മാറ്റി. ഇവന്മാരെ 3 പേരെയും കൂടെ നമുക്ക് അങ്ങോട്ട് മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്ത് നമ്മുടെ ഈ ഒരു കാലാവസ്ഥയ്ക്ക് എന്താ നല്ല ചൂടും. തണുപ്പുണ്ടോ? തണുപ്പില്ല. തണുപ്പൊക്കെ മാറിയിടും. തണുപ്പൊന്നുമില്ല. ഇതൊരു ക്രീം മാതിരി നമുക്ക് കിട്ടും കേട്ടോ. നമുക്ക് കാലിലും കയ്യിലും എല്ലാം തേക്കാം, മുഖത്തും ഒക്കെ തേക്കാൻ പറ്റിയ ഒരു നല്ലൊരു കിടുക്കാച്ചി. നമ്മുടെ വാസലിൻ്റെയൊക്കെ, പിന്നെ ഈ തേനിൻ്റെ ഒരു കുഞ്ഞൊരു കളറുണ്ട്. വാസലിനൊക്കെ ഇരിക്കത്തില്ല, അതുമാതിരിയാണ് നമുക്കിത് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു തേനിൻ്റെ ഒരു കുഞ്ഞ് കളറ് കിട്ടും കേട്ടോ. ഞാൻ നോക്കിയത് നമ്മുടെ ക്യാമറ ഓൺ തന്നെയാണോ എന്ന്. ചിലപ്പോൾ എത്ര ദിവസം അങ്ങനെ പറ്റിയിട്ടുണ്ടാക്കിടി കേട്ടോ. അപ്പോഴെന്തേ ഇതാണ് മിക്സ് ചെയ്ത നമ്മുടെ സംഭവം കേട്ടോ. അപ്പോഴേ നമ്മൾ മേക്കപ്പൊക്കെ ഊരി കളഞ്ഞിട്ട് മുഖം കഴിയിട്ട് വന്നു കേട്ടോ. പിന്നെ ഇത് നമുക്ക് തേച്ച് കൊടുക്കാം. കൈയുടെ മുട്ടിലും ഒക്കെ ഉണ്ടല്ലോ ഈ മൊരിച്ചിലൊക്കെ ഉണ്ടല്ലോ. നമുക്ക് ഈ കാലാവസ്ഥയ്ക്ക് അങ്ങനെയാണല്ലോ, മൊരിച്ചിലും ഒക്കെയാണ്. ഇത് നമ്മുടെ ഈ
നല്ല കൂളിങ്, നല്ല തണുപ്പാണ് നമ്മുടെ ഈ അലോവേര ഉള്ളത് കൊണ്ട് തന്നെ. പിന്നെ വെളിച്ചെണ്ണ നമുക്ക് അറിയാമല്ലോ, നമ്മൾ എന്താ കുളിക്കുന്ന സമയത്തും ഒക്കെ അതിന് മുന്നൊക്കെ നമ്മൾ തേക്കുമെന്ന്. ഓയിൽ സ്കിന്നൊക്കെ ആവാൻ നല്ലതാണ്. ഉച്ച സമയത്തൊന്നും നിങ്ങളിത് ചെയ്യരുത് കേട്ടോ, രാവിലെയോ വൈകിട്ടോ. ഞാൻ പറഞ്ഞില്ലേ, വെയിൽ നമ്മുടെ കാലിലും കയ്യിലും ഒക്കെ. പിന്നെ നിങ്ങൾ സോപ്പിടാൻ നോക്കരുത്. കയ്യിലും കാലിലും ഒക്കെ നമ്മൾ തേച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സോപ്പിടാതെ ഒക്കത്തില്ലല്ലോ. മുഖത്ത് പിന്നെ നമുക്ക് കഴിവതും സോപ്പ് ഒഴിവാക്കുന്നതാണ്. ഞാൻ അങ്ങനെ സോപ്പിടാറില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ പായ്ക്കിടുന്നത് കൊണ്ടേ ഞാൻ ഇപ്പം അങ്ങനെ സോപ്പ് ഇടത്തില്ല കേട്ടോ. സോപ്പ് കഴിവതും ഇടാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോഴതേ നമ്മളങ്ങോട്ട് തേച്ച് കൊടുത്തു. നല്ല നമ്മൾ ഇടുമ്പം തന്നെ നല്ല തണുപ്പാണ് കേട്ടോ. ഇപ്പോഴേ ഞാൻ കഴുകി മാറ്റുന്നില്ല, ഞാൻ തേച്ച് ഇട്ട് കാണിക്കാം. നിങ്ങളും ഇങ്ങനെ ഇട്ട് നോക്കണം കേട്ടോ. പിന്നെ ഇന്നലെ പറഞ്ഞതൊക്കെ ചുമ്മാതാ, ഞാൻ കവടിയൊന്നും നിരത്താറില്ല ഇവിടെ കേട്ടോ. എനിക്കറിയാം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, എൻ്റെ കൂടപ്പിറപ്പുകളെ, നിങ്ങളെ എനിക്ക് വിശ്വാസമാണ് കേട്ടോ. എനിക്ക് സത്യം പറയാം, ഇന്നലത്തെ കമൻറ്റൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിരിക്കും. നമ്മളിങ്ങനെ മസിലും പിടിച്ചിരുന്ന വീഡിയോ ചെയ്താൽ അതിനൊരു രസമില്ല. ചുമ്മാ നമ്മുടെ മനസ്സിനകത്തുള്ള സങ്കടങ്ങളും ഒക്കെ ഇച്ചിരി ഒന്ന് മാറിപ്പോവും, ടപ്പേന്ന് മാറിപ്പോവും. ഇങ്ങനെയൊക്കെ ഉള്ളിലെ കടലോളം ചിലവ് ലൈവൊക്കെ പോകുമ്പോൾ അവരിങ്ങനെ പറയല് സങ്കടമുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് തിരിച്ചങ്ങോട്ട് കടലോളം സങ്കടമുണ്ട്, എന്നാലും നമ്മളെല്ലാം അങ്ങോട്ട് മറച്ചു വെച്ച് നമ്മൾ ചിരിച്ച് സന്തോഷമായിട്ടിരിക്കും കേട്ടോ. അങ്ങനെയാണ് വേണ്ടത്. എല്ലാം പിന്നെ ദൈവം കാണുന്നു കേൾക്കുന്നുമുണ്ട്. നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ അല്ലേ, അതൊക്കെ പോയി കിട്ടും കേട്ടോ. ഇങ്ങനെ നമ്മുടെ കൈകൾ, എൻ്റെ കയ്യിൽ നല്ല കറുപ്പുണ്ടായിരുന്നു പിള്ളേരെ. ദേ ഇങ്ങനെയൊക്കെ ഓരോ കിടുക്കാച്ചി ഐറ്റങ്ങൾ ഞാൻ ചെയ്ത് ദേ ഇച്ചിരി വ്യത്യാസമൊക്കെ വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട്. നേരത്തെയുള്ള വീഡിയോക്കകത്തൊക്കെ നോക്കിയാൽ അറിയാം, അത് നമുക്ക് വരുന്നതാണ് കേട്ടോ. നമ്മൾ ഈ കസേരയിൽ ഇപ്പം തന്നെ നമ്മൾ ഈ മൊബൈലൊക്കെ ഇങ്ങനെ ഊന്നിയിരിക്കുന്നത്, അപ്പോൾ മൊബൈൽ ഊന്നിയിരിക്കുന്നത്, മൊബൈൽ നോക്കാൻ നമ്മൾ ചിലപ്പോൾ ഈ കസേരയുടെ കൈ ഇങ്ങനെ താങ്ങി വെച്ചായിരിക്കും നമ്മൾ ഇരുന്ന് ഇത് കാണും. എൻ്റെ പുട്ടുപോയി. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് അല്ലാതെ വരാൻ ചാൻസ് ഉണ്ടോ? എങ്ങനെയാണോ അല്ലാതെ വരാൻ സാധ്യതയുണ്ടോ? ദൈവം ആരി പെരട്ടിക്കോ നിങ്ങൾ കേട്ടോ. കുറേ നേരം ഇരുന്നോട്ടെ, 15 20 ഒരു അരമണിക്കൂർ ഇരുന്നെന്നും പറഞ്ഞ് ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞ് നിങ്ങൾ ഇത് കഴുകി മാറ്റിയാൽ മതി കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം. അടിയന്മാർക്കും മടിച്ചു കൊടുക്കുകയുള്ള നിങ്ങൾ പറഞ്ഞാൽ മതി. ആർക്കെങ്കിലും ഇങ്ങനെ ഞാൻ ഷെയർ ചെയ്യണമെന്നൊന്നും ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല കേട്ടോ. എനിക്കിഷ്ടമുണ്ടെങ്കിൽ ഷെയർ ചെയ്തോളൂ. ഈ സുപ്പിനെ കൂടെ ഒന്ന് കൂട്ടാക്കാൻ പറഞ്ഞോളൂ കേട്ടോ. ഞാൻ അങ്ങനെയൊന്നും പറയാറില്ല. പിന്നെ നമ്മളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നവരെ നമ്മളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതേ നമ്മുടെ കുഞ്ഞുവാവയായിട്ടിരുന്നപ്പോൾ നമ്മുടെ പാളയ്ക്കകത്തൊക്കെ നമ്മുടെ അമ്മൂമ്മമാർ പിടിച്ച് കിടത്തി. അന്നും നോഞ്ഞോളപ്പോൾ പിടിച്ചതായിരിക്കും നമ്മളറിയുന്നില്ലല്ലോ. ഇതേപോലെ ദേ മൂക്കും ദേ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇരട്ടത്താടിയൊക്കെ ഒഴിവാക്കാൻ ദേ ഇങ്ങനെ ആഴ്ചയിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാരി പെരട്ടി ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. ഇരട്ടത്താടിയൊക്കെ നമുക്ക് മാറിക്കിട്ടും കേട്ടോ. പിന്നെ ദേ കവളൊക്കെ ദേ ഇങ്ങനെ അങ്ങോട്ട് മുകളിലോട്ട് അങ്ങോട്ട് മസാജ് അങ്ങോട്ട് ചെയ്യണം കേട്ടോ. വെളുത്ത് തൊടുത്തു എനിക്കറിയത്തില്ല എൻ്റെ സാറന്മാരേ കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യണം ഇടയ്ക്കൊക്കെ. പിന്നെ നമ്മുടെ എന്താ ഈ നെറ്റിമേലുള്ള നമ്മുടെ വരകൾ ഒരു പ്രായം കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ എന്നെ അടിക്കരുത്. ഒരു പ്രായം കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് പ്രായം ചെല്ലും. നമ്മൾ കുഞ്ഞായി വരുമല്ലോ, നമ്മൾ വയസ്സായി വരുക. അയ്യോ എൻ്റെ ദൈവമേ, എനിക്ക് വയ്യത് പ്രായം. എനിക്ക് ഓരോ പിറന്നാൾ വരുമ്പോഴും എനിക്കങ്ങും വെപ്രാളമാണ്. ഞാൻ കിളവിയായി വരുവാന്നുള്ള ഒരു ടെൻഷനാണ് പിള്ളേർ. പിന്നെ എൻ്റെ മനസ്സിനെ ഞാൻ ഭാഗപ്പെടുത്തും. ഇതൊക്കെ ജീവിതത്തിലുള്ളതാണ്. എൻ്റെ മനസ്സിനെ ഞാൻ തന്നെ ആന്ന് മനസ്സ് എന്നൊക്കെ ഞാൻ അവനെ സമാധാനിപ്പിക്കും കേട്ടോ. സാരമില്ല, നമുക്ക് കേക്ക് മുറിക്കാമല്ലോ. ഓരോ പിറന്നാളിനും നമുക്ക് കേക്ക് മുറിക്കാമല്ലോ. പിന്നെ അങ്ങനെ ഒരു സമാധാനമുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഒരുപാട് ആൾക്കാർ ബർത്ത്ഡേ വിഷസ് നമുക്ക് അയക്കും, പ്രാർത്ഥനകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതൊക്കെ ആലോചിക്കുമ്പോൾ വേറൊരു സന്തോഷം കേട്ടോ.
അപ്പോൾ ഈ മസാജ് ചെയ്യുന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. സൂപ്പ് ഇങ്ങനെയൊക്കെ എന്ന് പറയും, മസാജൊക്കെ മസ്റ്റായിട്ടും ചെയ്തിരിക്കണം കേട്ടോ. ഇപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കഴുകി കാണിക്കുന്നില്ല. ഞാൻ ഇത്തിരി നേരം എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് ഞാൻ ഇതും കൊണ്ട് ഇത്തിരി നേരം ഇരിക്കും കേട്ടോ. ഇങ്ങനെ റെസ്റ്റ് ചെയ്യും. ഇന്നിപ്പോൾ ഇപ്പോഴേ ഞാൻ എടുത്ത് കഴുകി മാറ്റുന്നില്ല. ഇത് നമ്മൾ ഇട്ടിട്ടുള്ളത് ആരും അറിയത്തില്ല കേട്ടോ. നമ്മളെന്തേലും ക്രീമോ ഏതാണ്ട് വാരി പരട്ടിയതാണെന്ന് വിചാരിക്കും. അഥവാ ആരെങ്കിലും വന്നാൽ മങ്ങലായി കേട്ടോ. നമുക്കിവിടെ വെയിലങ്ങ് പോയി, അതാണ് ഇച്ചിരി ലൈറ്റ് കുറവ് കേട്ടോ. എന്തായാലും അപ്പോഴേ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. സ്പൂണിനകത്തെയൊക്കെ തുരണ്ടി അങ്ങ് മിക്കവാറും തല്ലി പൊട്ടിക്കും. അടുത്തത് ഒരാഴ്ച കൊണ്ട് ഇത് കിടന്ന് കറങ്ങുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴേ ഈ നാട്ടുകാർക്ക് അറിയാം ഇവിടെ എന്തോ ബ്യൂട്ടി പാർലറിൽ എന്തോ പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. പനി കേട്ടില്ലല്ലോ എൻ്റെ ദൈവമേ, നാട്ടുകാരെ മൊത്തവും കേട്ട് കാണാം ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതേ. ഓരോ കാര്യമൊന്നുമില്ല, ആര് വന്നാലും ഞാൻ എഴുന്നേറ്റ് കൂടുന്നില്ല. പിന്നെ അവർ വിചാരിച്ചോട്ടെ നമ്മളെന്തെങ്കിലും ക്രീം ഇട്ടതായിരിക്കുന്നത്. കൈയൊക്കെ നന്നായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മുടെ നരമ്പുകളൊക്കെ ഉച്ചയൊന്ന് താന്നൊക്കെ വരാൻ നമ്മളിങ്ങനെ എന്നും രാത്രി കിടക്കുമ്പോഴും ഒക്കെ നമ്മൾ എന്തെങ്കിലും ഒരു ഇതേപോലുള്ള അലോവേറ ജെല്ലായാലും മതി, നമ്മൾ തൂത്തിട്ട് നന്നായിട്ട് കൈയൊക്കെ മസാജ് ചെയ്തിട്ട് അങ്ങോട്ട് കിടന്ന് നോക്കി രാവിലെ എഴുന്നേൽക്കുമ്പോൾ കിടുക്കാച്ചി കൈയായിട്ടൊക്കെ കിട്ടും. ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരണം. ഈ സുപ്പുവിനെ കൂട്ട് പിടിച്ചവർക്കെല്ലാം നല്ലത് മാത്രമേ തരത്തുള്ളൂ കേട്ടോ. അതിനും വേണോടോ ഒരു ഭാഗ്യം ഇതേപോലെ ഒരു നല്ലൊരു കൂട്ടുകാരി കിട്ടിയതിന് കേട്ടോ. ദൈവത്തോട് നന്ദി പറ. തിരിച്ച് ഞാനും നന്ദി പറയുന്നു, നിങ്ങളെപ്പോലെ നല്ല കൂട്ടുകാരെ കിട്ടിയതിന് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ഞാൻ ചുമ്മാതെ പറയുന്നത് ഈ മടിയന്മാരും മടിച്ചികളെന്നൊക്കെ നമുക്കെല്ലാവർക്കും ചെയ്യാം. പിന്നെ ഇതൊക്കെ ചെയ്യുന്നതിന് പ്രായം ഒരു പ്രശ്നമേ അല്ല, എല്ലാവർക്കും ചെയ്യാം. ചില അമ്മമാരൊക്കെ ചിലപ്പം കമൻറ്റിൽ കൂടി അറിയിക്കേ പ്രായമുള്ള അമ്മച്ചി എനിക്ക് ചെയ്യാമോ? കുഴപ്പമില്ല കേട്ടോ, ഇതൊന്നും കെമിക്കലുള്ള ഒന്നുമല്ല. എത്രയോ അമ്മച്ചിമാർ നമുക്ക് നമ്മൾ യൂട്യൂബിന് നോക്കിയാൽ മതിയല്ലോ, എത്ര പ്രായമുള്ള അമ്മച്ചിമാർ ഇതേപോലുള്ള ടിപ്പുകളൊക്കെ നമുക്ക് വേണ്ടി ചെയ്ത് കാണിക്കുന്നു. അതൊക്കെ നമ്മളും ചെയ്യാറുണ്ടല്ലേ. എല്ലാവർക്കും അപ്പോഴും ചെയ്യാം. ഞാൻ എല്ലാത്തിനെയും പിടിച്ച് അകത്തിട്ട് പൂട്ടിയിട്ടാണ് ഇവിടെ വന്ന് ഇതെല്ലാം ചെയ്യുന്നത്. യാതൊരു രക്ഷയില്ല. ഇടയ്ക്കിടയ്ക്ക് വന്ന് കവളയിലങ്ങ് കൊട്ടക്കം തന്നെ കൊട്ടണം കേട്ടോ. ഞാൻ ഇനി എല്ലാത്തിനും തുറന്നു വിടട്ടെ. അപ്പോഴേ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. സൂപ്പ് ഇപ്പോഴും ഇത് തുടച്ച് മാറ്റുന്നില്ല കേട്ടോ. ഇത്തിരി നേരം ഒന്നിരിക്കാം. ജോലിയെല്ലാം കഴിഞ്ഞതുകൊണ്ട് നമുക്ക് ഇത്തിരി നേരം ഇരിക്കാമല്ലോ. അപ്പോഴും നിങ്ങളും ചെയ്ത് നോക്കണം. ഈ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞില്ലേ, ഇതേപോലെ നന്നായിട്ട് മസാജൊക്കെ ചെയ്യണം. കാലിലും കാലിലും നമുക്ക് ഇവിടെ വിരലിലും കാലിലും ഒക്കെ നമുക്കിത് ഇടാം കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം. നല്ല അടിപൊളി കിടുക്കാച്ചി ടിപ്പാണ് സൂപ്പ് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോഴും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ.